السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദുമാർ, ജമാഅത്ത് നേതൃത്വങ്ങൾ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാരാകട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കർണാടക മുസ്ലിം ജമാഅത്ത് SYS SSF കമ്പളബെട്ടു യൂണിറ്റ് നടത്തപ്പെടുന്ന ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ അനുസ്മരണ പരിപാടിയുടെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മഹത്തായ വേദിയിൽ വെച്ച് ബർഉദാ മജ്ലിസും അതുപോലെ ദുആ മജ്ലിസെല്ലാം നടന്നു. അല്ലാഹു എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാരാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നും നമ്മുടെ മഹത്തായ വേദിയിൽ നല്ല വഅദ് മജ്ലിസും അതുപോലെ ദുആ മജ്ലിസെല്ലാം ഇൻഷാ അല്ലാഹ് നടക്കാനിരിക്കുന്നു. അല്ലാഹു എല്ലാം ഖൈറായ നിലക്ക് ഇതിൻ്റെ അവസാനം വരെ അല്ലാഹു പൂർത്തിയാക്കി തരുമാരാകട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ശൈഖുനാ വ മുർഷിദുനാ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ പേരിൽ നാം എല്ലാ വർഷങ്ങളിലായി നമ്മുടെ നാട്ടിൽ മഹാനുഭാവന്റെ അനുസ്മരണ പരിപാടി നടത്തുകയാണ്. നമ്മുടെ നാട്ടിൻ്റെ ദീർഘകാല നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ടവർ. നമുക്കറിയാം, ഈ നാടുമായി വലിയ നിലക്കുള്ള ബന്ധം പുലർത്തുകയും ഈ നാടിനെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലുള്ള ജനങ്ങളും ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമായെ വല്ലാതെ ഇഷ്ടപ്പെട്ടവരും സ്നേഹിച്ചവരുമാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അവിടുത്തെ നേതൃത്വമായിരുന്നു. ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അനുസ്മരണ പരിപാടി നാം നടത്താൻ വളരെ ബാധ്യസ്ഥരാണ്. പ്രിയമുള്ളവരെ, അവിടുത്തെ അനുസ്മരണ പരിപാടി നാം നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ കൂട്ടത്തിൽ പലരും താജുൽ ഉലമയെ കുറിച്ച് പൂർണ്ണമായ നിലക്കെങ്കിൽ അല്ലെങ്കിലും ഒരല്പമെങ്കിലും അവിടുന്ന് കേട്ടവരാണ്, പഠിച്ചവരാണ്, അനുഭവിച്ചവരാണ്. നമ്മുടെ കണ്ണുമുമ്പിൽ തന്നെ ബഹുമാനപ്പെട്ടവർ ജീവിക്കുകയും അവിടുത്തെ മഹത്വം നാം ചെറിയ നിലക്ക് മനസ്സിലാക്കിയവരാണ്. താജുൽ ഉലമയെ കുറിച്ച് നമുക്കാർക്കും പൂർണ്ണമായ നിലക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. താജുൽ ഉലമ അവർകൾ വലിയ ഒരു സയ്യിദായിരുന്നു. സയ്യിദ് ആവലോട് കൂടി തന്നെ വലിയ ഒരു ആലിമാണ്. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് സയ്യിദന്മാരെ നാം അവരുടെ സദസ്സിലും മറ്റെല്ലാം കൂടുന്നവരാണ്. പക്ഷേ എല്ലാ സയ്യിദന്മാർ വലിയ ഒരു ആലിമാകണമെന്നില്ല. അതേ സമയത്ത് താജുൽ ഉലമ വലിയ ഒരു ആലിമാവലോടുകൂടി തന്നെ വലിയ ഒരു സയ്യിദും കൂടിയാണ്. വളരെയധികം തഖ്വയിൽ ജീവിച്ച വലിയ ഒരു മഹാനാണ്. ഒരുപാട് മഹല്ലിന്റെ ഖാദിയുമായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പറഞ്ഞു, ഖൈറുന്നാസി
മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ, ആയുസ് ദീർഘായുസ് കിട്ടിയവരാണ്, ദീർഘകാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായവർ. കേവലം ജീവിക്കാൻ മാത്രം ഭാഗ്യം കിട്ടുകയല്ല, അതിന്റെ കൂടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ സ്വന്തത്തിന് ചെയ്യലോടുകൂടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർകൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഒരുപാട് പണക്കാർ, അതുപോലെ ഒരുപാട് അധികാരികൾ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അവരാരും ഇന്ന് സ്മരിക്കുന്നില്ല. അതേ സമയത്ത് താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളെ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ അനുസ്മരണ പരിപാടി നടത്തുകയാണ്. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ടവർ നീണ്ട 60 പതിറ്റാണ്ട് കാലം നമ്മുടെ തൊട്ടടുത്ത നാടായ ഉള്ളാള എന്ന പ്രദേശത്ത് വന്ന് ദീനി വിജ്ഞാനം അതിന്റെ വെളിച്ചം പകരുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ഇവിടെ ഇൽമില്ലാത്ത സന്ദർഭം, ഇവിടെ ഉസ്താദന്മാരോ പണ്ഡിതന്മാരോ പള്ളികളോ മദ്രസകളോ വേണ്ടതുപോലെ ഇല്ലാത്ത ആ ഒരു ആധുനിക സംവിധാനമൊന്നും ഇല്ലാത്ത ആ ഒരു സന്ദർഭത്തിൽ വളരെ പ്രയാസപ്പെട്ട് വന്നുകൊണ്ട് ഉള്ളാളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുന്ന് ഇൽമ് തുടങ്ങുകയും എന്നിട്ടത് വലിയ ദർസാവുകയും കോളേജാവുകയും എന്നിട്ട് ഒരുപാട് പണ്ഡിതന്മാരെ ഈ സമുദായത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. ഇന്ന് നാം ധാരാളം ആലിമീങ്ങളെ കാണുന്നു, ഒരുപാട് പണ്ഡിതന്മാരെ കാണുന്നു. ഇതെല്ലാം ഒന്നിരിക്കലോ താജുൽ ഉലമയുടെ നേരെ ശിഷ്യന്മാരാണ്, അതല്ലെങ്കിൽ താജുൽ ഉലമയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായി ഒരുപാട് പണ്ഡിതന്മാരെ ഈ സമൂഹത്തിലേക്ക് സമർപ്പിച്ചു ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അന്നത്തെ കാലത്ത് വേണ്ടതുപോലെ യാതൊരു സംവിധാനമില്ലാത്ത ആ സമയത്താണ്, നമുക്കറിയാം, ഒരുപാട് മഹല്ലിന്റെ ഖാദിയായിരുന്നു താജുൽ ഉലമ. എത്തിപ്പെടാത്ത സ്ഥലം എവിടെയാണ്? ഏത് സ്ഥലത്ത് പോയിട്ട് ചോദിച്ചാലും ഏത് മുക്കുമൂലകളിലും താജുൽ ഉലമ അവിടുത്തെ നേതൃത്വമാണ്. അവിടുത്തെ പള്ളിയുടെ ഉദ്ഘാടനവും അവിടുത്തെ കുട്ടിയാടി പരിപാടിയും എല്ലാം താജുൽ ഉലമ ആയിരുന്നു. അന്ന് താജുൽ ഉലമ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നാം ഇന്നെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടതുപോലെ മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും ധാരാളം ആലിമീങ്ങളും ഇതെല്ലാം ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഈ സമുദായത്തിന് ചെയ്ത നേട്ടങ്ങളാണ്, അവിടുന്ന് പ്രവർത്തിച്ച അതിന്റെ ഫലങ്ങളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിനു പുറമെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ എന്ത് പ്രശ്നം സംഭവിച്ചാലും ആദ്യമായി പോകുന്നത് ബഹുമാനപ്പെട്ടവരുടെ അടുക്കലിലേക്കാണ്. ബഹുമാനപ്പെട്ടവരുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ആ മണിമുത്തുകൾ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരുന്നു. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവിടത്തേക്ക് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞാൽ ഉത്തരമുള്ള ദ്വാ കിട്ടുന്ന വലിയ സയ്യിദായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ പലരും പല അനുഭവങ്ങൾ പറയുന്നു. ഡോക്ടർമാർ വിധി എഴുതിയ പല സംഭവങ്ങളും പല രോഗങ്ങളും താജുൽ ഉലമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ രോഗം തന്നെ ഇല്ലാതായി മാറിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രിയമുള്ളവരെ,